AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും തോന്നുന്നുണ്ടാവുന്നു ഇപ്പോൾ ഇടിച്ചക്ക വെച്ചിട്ടാണല്ലോ പണി എന്നുള്ളത്. അപ്പോൾ നല്ലൊരു ഇടിച്ചക്ക മസാലക്കറിയാണ്. അതിന് വേണ്ടി ഒരു ഇടിച്ചക്കയും ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇടിച്ചക്കയും ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒരു 5 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ കുക്കറിലേക്കൊക്കെ വെച്ചു, ഉപ്പ് ചേർത്തു. ഇനിയിപ്പോൾ അത് അടച്ച് സ്റ്റൗവൊക്കെ ഒന്ന് കത്തിച്ച് വേവിച്ചെടുക്കട്ടെ. 5 വിസിൽ എന്നുള്ളത് ഒരു 4 കുഴപ്പമില്ല, നന്നായിട്ട് വേവണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം നമുക്ക് അരപ്പിന് വേണ്ടിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, വെളുത്തുള്ളി, നാളികേരം, കറിവേപ്പില അത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തത്. അത് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ചേർത്തത്. അതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കറി വെന്ത സമയം കൊണ്ട് ഞാനിത് അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കറിയെല്ലാം വെന്തതിന് ശേഷം നന്നായി അതൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് വീണ്ടും ഒന്ന് സ്റ്റൗ ഓണാക്കി തീയെല്ലാം കത്തിച്ചതിന് ശേഷം കറിയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ നന്നായി തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് അരപ്പും ചേർത്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഇതിപ്പോൾ നാളികേരം അരയ്ക്കാണ്ട് വേണമെന്നുണ്ടെങ്കിലും വെക്കാം. ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ ഇത് നോക്കാം. അപ്പോൾ അതാ ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുത്തത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇതിനധികം പണിയൊന്നുമില്ല. നല്ല ചോറും ഈ കറി, ഒരു പപ്പടം, അത് മതി. അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ കറിയെല്ലാം അടുപ്പത്തൊന്ന് മാറ്റിയതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ചെറിയ ഉള്ളി, വലിയ ഉള്ളി വേണ്ട, ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി അരിഞ്ഞതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല നാടൻ രീതിയിലുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിച്ചക്ക മസാലക്കറി. ഇതെല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ചോറിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വലിയ ചിലവൊന്നുമില്ലല്ലോ. ഒരു ഉരുളക്കിഴങ്ങ് ഒരു ഇടിച്ചക്ക ഉണ്ടെങ്കിൽ കറി റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.